ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ കൊട്ടിയൂർ പോയിനെ. അപ്പോൾ കൊട്ടിയൂർ ദർശനവും കൊട്ടിയൂരിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എനിക്കറിയുന്ന കുറച്ച് കഥകൾ കൊട്ടിയൂർ അമ്പലത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് അക്കരെ കൊട്ടിയൂരാണ് നമ്മൾ ആദ്യം പോകാൻ പോകുന്ന സ്ഥലം. ഇവിടെയാണ് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ബാവലിപ്പുഴ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് പോകുന്നത്. നമ്മൾ രാവിലെ 6 മണി 6:30 മണി ആകുമ്പോഴത്തേനും നമ്മളവിടെ എത്തിനി. നമ്മളവിടെ എത്തുമ്പോഴത്തേനും ഭയങ്കര തിരക്കായിരുന്നു. ഇതുവഴി പോയിട്ട് നമ്മൾ ആ ബാവലിപ്പുഴ എല്ലാ പുഴയും കൂടി കുറേ അപ്പുറവും ഇപ്പുറവും എല്ലാം ഉണ്ട് ആ പുഴേൻ്റെ ഇത്. അപ്പോൾ ആ പുഴേൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇതുവഴി എത്തുന്നത്. ഇത് അക്കരെ കൊട്ടിയൂരേക്കുള്ള പാലാണ്. ഇത് ബാവലിപ്പുഴ. ഇതുവഴി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൂടി വേറെ വഴിയുണ്ട്. അപ്പുറത്തേക്ക് കൂടി പോയാൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് തന്നെ ക്യൂ നിന്നിട്ട് ദൈവത്തിന് തൊഴാൻ പറ്റും. ഇപ്പുറത്തെ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ പുറകിൽ വശത്തേക്ക് കൂടിയാണ് എത്തുക. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൂടി ഇറങ്ങുന്നത് ആടെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് കൂടി വന്നത്. ഇതിൻ്റെ അങ്ങോട്ട് കുറേ ക്യൂ നിൽക്കാനുണ്ട്. നമ്മൾ കുറച്ച് സമയം, ഒരു അരമണിക്കൂർ സമയം നമ്മൾ ക്യൂ നിന്നു. എന്നിട്ട് നമ്മൾ കൊട്ടിയൂരപ്പനെ തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഭയങ്കര തിരക്കാണ്. അങ്ങനെ നമ്മൾ കൊട്ടിയൂരപ്പനെ തൊഴുതു നമ്മൾ കരക്ക് കയറി നിന്നു. പമ്പൻ ക്യൂ ഉണ്ടായിന്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ വീഡിയോ പിടിക്കാനൊന്നും പറ്റില്ല. ചുറ്റും വെള്ളമായിട്ട് വെള്ളത്തിലേക്ക് കൂടി നമ്മൾ ബാവലിപ്പുഴയിൽ നിന്ന് കുളിച്ച് അങ്ങനെ നമ്മൾ ഈറിനോടെ വേണം ഈ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് തൊഴുതു. ഇത് വയനാടൻ അതിർത്തിയാണ്. വയനാടൻ കാടാണ് ഇതിൻ്റെ നേരെ അപ്പുറത്ത്. ഇത് മൊത്തം ചുറ്റും വെള്ളമായിട്ട് നല്ല ശാന്തസുന്ദരമായ പ്രകൃതി നല്ല ഇതായിട്ടുള്ള അമ്പലമാണ്. ഇത് ഓല മേഞ്ഞിട്ട് തന്നെയാണ് ഇവിടുത്തെ പിന്നെ അമ്പലം ഉണ്ടാവുക. ഇത് ഒരു വർഷത്തിൽ 1 മാസം മാത്രമേ ഇവിടെ ജനങ്ങൾ വരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ ഈ അമ്പലത്തിൽ വരില്ല എന്നാണ് പറയുന്നത്. വൈശാഖ മാസം വൈശാഖോത്സവം എന്നാണ് ഇവിടുത്തെ ഉത്സവത്തിന് പറയുന്നത്. ഇത് ഈ തറ കണ്ട, ഈ തറയിൽ ആദ്യമായിട്ട് വരുന്നവർ ഒരു തേങ്ങ വെക്കണം എന്നാണ് പറയുന്നത്. ഒരു തേങ്ങ വെക്കണമെന്ന്. ഇവിടെ സ്വയംഭൂവായിട്ട് ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടതാണ്. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ. ഇതെല്ലാം ഓരോ സമുദായക്കാർക്ക് അവകാശപ്പെട്ടതാണ് ഈ പുര കാണുന്നത്. അതിൻ്റെ ഉള്ളിലെല്ലാം ഭക്ഷണം കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവ്. ഇത് ഒരു എന്താ പറയണ്ട, ഒരു 9 മണിയെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ തിങ്ങി നിറഞ്ഞിട്ട് ആൾക്കാരായിരിക്കും. ഉച്ചയാകുമ്പം ശിവേലിയുണ്ട്, 2 ആനയുണ്ട്, മഹാദേവനും പാർവതി. ആനപ്പുറത്ത് ഈ വെള്ളത്തിൽ കൂടി തന്നെ വട്ടം വന്ന് അങ്ങനെ എന്തെല്ലോ കാണാനുണ്ട് ഇവിടെ. നമ്മൾ രാവിലെ ആയതുകൊണ്ട് ശിവേലിയൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ രാവിലെ പോയി മടങ്ങി നമ്മൾ ആടെയെല്ലാം തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് മുത്തപ്പനുണ്ട്. അപ്പോൾ മുത്തപ്പൻ്റെ ഒരു തറയുണ്ട്. ആ മുത്തപ്പൻ്റെ അടുത്ത് കയറി തൊഴുത് നമ്മൾ തിരിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മഹാദേവൻ ആനയായത്, മഹാദേവൻ എന്നാണ് പേര്, മഹാദേവനെ കുളിപ്പിക്കുന്നത് കാണാൻ വേണ്ടി കുറച്ച് സമയം നിന്നു. അങ്ങനെ മഹാദേവനെ കുളിപ്പിക്കുന്നതെല്ലാം നമ്മൾ ഇവിടുന്ന് കണ്ടു. ഈ കൊട്ടിയൂർ അമ്പലം, കൊട്ടിയൂരപ്പൻ്റെ ചെറിയ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇത് വൈശാഖോത്സവം എന്നാണ് പറയുക. ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെ 27-28 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ ഉത്സവം ഉണ്ടാവുന്നത്. പറഞ്ഞു കേട്ട കഥകളിൽ കുറിച്യർ വിഭാഗം നിറഞ്ഞു നിന്ന ഉൾപ്രദേശമാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വയനാടൻ കാടുകളിൽ കുറിച്യർ വിഭാഗം ഒരുപാട് ആൾക്കാർ താമസിച്ചു എന്നും അവർ നായാട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഈ അമ്പലത്തിൻ്റെ അകത്ത് കുറേ കല്ലില്ലേ, ആ കല്ലിൻ്റെ അകത്ത് പിന്നെ എന്നാണ് അവരെ ആയുധങ്ങൾ ഉരക്കുന്ന സമയത്ത് രക്തത്താലുള്ള ഒരു ദ്രവം വന്നു എന്നും അവർ ഇക്കരെ കൊട്ടിയൂർ വന്നിട്ട് അവിടുത്തെ പിന്നെ ഇല്ലത്ത് പോയി പറഞ്ഞു എന്നും ഇല്ലത്തുനിന്ന് പ്രശ്നം വെച്ചു. പ്രശ്നവശാൽ അവിടെ ദേവസ്ഥാനം ദൈവത്തിൻ്റെ ഒരു ഇതുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ പ്രശ്നത്തിൽ തെളിഞ്ഞു. ത്രിമൂർത്തികളും 30 മുക്കോടി ദേവന്മാരും ദക്ഷയാഗം നടന്ന സ്ഥലമാണെന്ന് അവർക്ക് പ്രശ്നത്തിൽ മനസ്സിലായി. അതാണ് ശരിക്കും നമ്മളിന്ന് കാണുന്ന കൊട്ടിയൂർ. പിന്നെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് പരമശിവനും സതിയും വിവാഹം നടത്തി. അപ്പോൾ അവരെ സമ്മതമില്ലാണ്ട് വിവാഹം നടത്തിയത് കൊണ്ട് അവർ യാഗം നടത്തി. ആ സ്ഥലമാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. യാഗത്തിലെല്ലാവരെയും 30 മുക്കോടി ആൾക്കാരെയും വിളിച്ചു, സതീനെ വിളിച്ചിട്ടില്ല. അപ്പോൾ സതി അവരെ സമ്മതമില്ലാണ്ട് പോയിന്നും ആ യാഗത്തിലെത്തി അവിടെ വെച്ച് സതീനെ അപമാനിച്ചു എന്നും ആ അപമാന ഭാരത്താൽ സതി അവിടെ ആത്മാഹൂതി ചെയ്തു എന്നും
പറയപ്പെടുന്നുണ്ട്. പിന്നെന്താ, അത് കണ്ടു നിന്ന ശിവന് ആകെ കോപം വന്നു. കോപം വന്നിട്ട് ആ കോപത്താൽ ശിവൻ ജട വറച്ച് നിലത്തടിച്ചു. ആ ജടയിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു എന്നും വീരഭദ്രൻ യാഗശാലയിൽ ചെന്നിട്ട് ദക്ഷന്റെ തല അറുത്ത് വലിച്ചെറിഞ്ഞു. തല വലിച്ചെറിഞ്ഞത് കൂടാണ്ട് യാഗശാല തകർത്തു. യാഗത്തിന്റെ കർമ്മയായ ഋഗുമുനി എന്ന് പറയുന്ന ആ മുനിയുടെ താടി പറിച്ച് വലിച്ചെറിഞ്ഞു. അതിൻ്റെ ഓർമ്മക്കാണ് കൊട്ടിയൂർ ഓടപ്പൂവ് നൽകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കൊട്ടിയൂർ പോയി കഴിഞ്ഞാൽ ആ ഓടപ്പൂവ് നിർബന്ധമായിട്ട് നമ്മൾ വാങ്ങണം. അത് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടി തൂക്കുകയോ അല്ലെങ്കിൽ പൂജാമുറിയിൽ വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്രയും ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. ദക്ഷന്റെ തല അറുത്ത് വലിച്ചെറിഞ്ഞ സ്ഥലം മുതിരേരി കാവ് എന്ന് അറിയപ്പെടുന്നത്. മുതിരേരി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ നിന്നാണ് ശരിക്കും ഈ അമ്പലത്തിലേക്ക് വാള് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സംഭവങ്ങളെല്ലാം നടന്നതുകൊണ്ട് അവിടെ നടത്താനിരുന്ന യാഗം മുടങ്ങിയെന്നും പിന്നീട് സ്വയംഭൂവായിട്ട് ശിവലിംഗം അവിടെ ഉയർന്നു വരികയും യാഗം പൂർത്തിയാവുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. ഭഗവാൻ സ്വയംഭൂവായിട്ട് കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറ എന്ന് പറയുന്നുണ്ട്. പിന്നെ സതീദേവി യാഗത്തിൽ ആത്മഹൂതി ചെയ്ത സ്ഥലം അമ്മാറക്കൽ തറ എന്നാണ് പറയുന്നത്. അതാണ് അവിടെ വലിയൊരു തറ കണ്ടിട്ടില്ലേ, ആ തറേൻ്റെ അവിടെ നിന്ന് നമ്മൾ രണ്ട് കല്ലെടുത്തിട്ട് ഇങ്ങനെ 2 കല്ലും കൂട്ടി ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കല്ലിൻ്റെ അകത്ത് നിന്ന് ചന്ദനം കിട്ടും. ചന്ദനം നമ്മൾ അവിടുത്തെ കുറി എന്ന് പറയുന്ന ചന്ദനം നമുക്ക് അത് ഉരച്ച് നമ്മൾ തൊടണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വേറെ ഏത് സ്ഥലത്തു നിന്ന് കല്ലെടുത്ത് ഉരച്ച് തൊട്ടാലും നമുക്ക് അതുപോലെ ചന്ദനം കിട്ടൂല. ആ സ്ഥലത്തു നിന്ന് നമുക്ക് ചന്ദനം കിട്ടും. അങ്ങനെ കൊട്ടിയൂരപ്പനെയും കൊട്ടിയൂരമ്മേനെയും തൊഴുത് നമ്മൾ ഇറങ്ങി. ഇത് ഓടപ്പൂ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ പിടിച്ചതാണ്. ഞാൻ ഈ വീഡിയോ അവരോട് ചോദിച്ചിട്ട് പിടിച്ചതാണ്. ഓടപ്പൂ മുള ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെയാണ് ഇവരുണ്ടാക്കുന്നത്. ഇത് വലിയൊരു ഹാളാണ്. ഇവിടെ ഇതിനായിട്ട് കുറേ ജോലിക്കാരുണ്ട്. അവരൊരുപാട് ആൾക്കാർ കൂടി ഇത് കൊട്ടിയൂർ പോയി കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങും, നിർബന്ധമായിട്ടും വാങ്ങും. ഇത് ഐശ്വര്യമാണെന്നാണ് പറയുന്നത്, വീട്ടിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ അക്കരെ കൊട്ടിയൂരിലെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആടെ ചന്തയൊന്നുമില്ല, എല്ലാ ചന്തയും ഇങ്ങോട്ട് ഈ സ്ഥലത്താണ്. ആടെ കടല വറുക്കുന്നത് 2 കടയോ അങ്ങനെ 2, 3 കട മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് മെയിൻ റോഡിന് എത്തിക്കഴിഞ്ഞാൽ മൊത്തം ചന്ത ഇവിടെ തന്നെയാണ് കാണാനുള്ളത്. ശബരിമലയിലെ തിരക്ക് പോലെ തന്നെ തിരക്കുള്ള ഒരു അമ്പലമാണ് കൊട്ടിയൂർ അമ്പലം. ദക്ഷിണകാശി എന്ന് പറയുന്നത് നമ്മളെ കൊട്ടിയൂർ അമ്പലം. ഇവിടെ നല്ല തിരക്കായിരിക്കും. അതേപോലെ തന്നെ ഇത് അക്കരെ കൊട്ടിയൂർ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇക്കരെ കൊട്ടിയൂരിൽ പൂജ ഉണ്ടാവില്ല എന്ന് പറയുന്നത് കേൾക്കുന്നത്. നമ്മൾ ഇനിയിപ്പോൾ അക്കരെ കൊട്ടിയൂർ എല്ലാ വിഷമങ്ങളും ദൈവത്തിൽ അർപ്പിച്ച് നമ്മൾ അവിടെ പ്രാർത്ഥിച്ച് ഇനി എല്ലാ വർഷവും വരാൻ പറ്റണേ എന്നെല്ലാം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങി നമ്മൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. റോഡിൻ്റെ 2 സൈഡും ചന്തയാണ്. നല്ല അടിപൊളി ചന്തകളുണ്ട്. ഓടപ്പൂവ് തൂക്കിയിട്ട് ഒരുപാട് ഓടപ്പൂ തൂക്കിയ കടകളുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഓടപ്പൂ തൂക്കിയത് കാണാൻ തന്നെ. അങ്ങനെ നമ്മൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടിയത് കൊണ്ട് ഇനി ഇക്കരെ കൊട്ടിയൂരിലേക്കുള്ള വിശേഷം, ഇക്കരെ കൊട്ടിയൂർ തൊഴുന്നതും പുരളിമല, നാട്ടിക്കല്ല്, മൃദംഗശൈലേശ്വരി ക്ഷേത്രം, അവിടെയെല്ലാം പോയ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അക്കരെ കൊട്ടിയൂരിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇക്കരെ കൊട്ടിയൂർ ബോർഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.